മലപ്പുറത്തിന്റെ തീരദേശ മണ്ഡലമായ താനൂരിൽ വികസന തുടർച്ച ലക്ഷ്യമിട്ട് ഇടതുമുന്നണിയുടെ പടയോട്ടം. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിലുണ്ടായ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ മാത്രം ചർച്ച ചെയ്താണ് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് സമീർ ടി തിരുത്തിയിൽ വോട്ടർമാരെ സമീപിക്കുന്നത്. നിശബ്ദ പ്രചാരണ ദിനത്തിലും വോട്ടർമാരെ നേരിൽ കണ്ട് വിജയമുറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ 2204 കോടിയുടെ വികസന നേട്ടങ്ങളാണ് LDFന്റെ പ്രധാന കരുത്ത്. താനൂർ ഹാർബർ, ഗവൺമെന്റ് കോളേജ്, താലൂക്ക് ആശുപത്രി നവീകരണം, തയ്യാല റോഡ് റെയിൽവേ മേൽപ്പാലം, നഴ്സിംഗ് കോളേജ്, ഫയർ സ്റ്റേഷൻ എന്നിങ്ങനെ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റിയ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് വോട്ടഭ്യർത്ഥന. മാതൃകാ മത്സ്യഗ്രാമം, തീരദേശ ഹൈവേ, അഞ്ചുടിപ്പാലം തുടങ്ങിയ പദ്ധതികൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ബുധനാഴ്ച നിശബ്ദ പ്രചാരണ ദിനത്തിലും സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ സജീവമായിരുന്നു. താനൂർ നഗരസഭയിലെ മടത്തൽ റോഡ്, കുന്നുംപുറം, കാട്ടിലങ്ങാടി, എടക്കടപ്പുറം എന്നിവിടങ്ങളിലും ഒഴൂർ, പൊന്മുണ്ടം, ചെറിയമുണ്ടം പഞ്ചായത്തുകളിലും അദ്ദേഹം ഗൃഹസന്ദർശനം നടത്തി. മത്സ്യത്തൊഴിലാളികളെ നേരിൽ കണ്ട് സംസാരിച്ച മുഹമ്മദ് സമീറിന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. തീരദേശ വികസന നേട്ടങ്ങൾ വോട്ടായി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ക്യാമ്പ്. വികസന രാഷ്ട്രീയത്തിന് താനൂർ ബാലറ്റിലൂടെ മറുപടി നൽകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഈ ചാനൽ ന്യൂസ്, താനൂർ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡിയാവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.